എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, നമസ്കാരം. മൻ കി ബാത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ 2026 എന്ന വർഷം കടന്നു വരികയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ വേളയിൽ എൻ്റെ മനസ്സിൽ കഴിഞ്ഞ ഒരു വർഷത്തെ ഓർമ്മകൾ വന്ന് നിറയുകയാണ്. രാജ്യത്തെ ഒന്നായി ചേർത്തു നിർത്തിയ ഒരുപാട് നല്ല ചിത്രങ്ങൾ, ഒരുപാട് സുപ്രധാന ചർച്ചകൾ, ഒരുപാട് വലിയ നേട്ടങ്ങൾ. 2025 ഓരോ ഭാരതീയനും അഭിമാനം തോന്നുന്ന ഒരുപാട് നല്ല നിമിഷങ്ങൾ നമുക്ക് നൽകുകയുണ്ടായി. രാജ്യത്തിൻ്റെ സുരക്ഷ മുതൽ കളിക്കളങ്ങൾ വരെ, ശാസ്ത്രത്തിൻ്റെ പരീക്ഷണശാലകൾ മുതൽ ലോകത്തിലെ വലിയ വേദികൾ വരെ, ഭാരതം എല്ലായിടത്തും വളരെ ശക്തമായ ഒരു മുദ്ര പതിപ്പിച്ചു. ഈ വർഷം ഓപ്പറേഷൻ സിന്ദൂർ ഓരോ ഭാരതീയനും അഭിമാനത്തിൻ്റെ പ്രതീകമായി മാറുകയും ലോകം മുഴുവൻ അത് വ്യക്തമായി കാണുകയും ചെയ്തു. ഇന്നത്തെ ഭാരതം അതിൻ്റെ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് രാജ്യത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും ഭാരതമാതാവിനോടുള്ള സ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഒരുപാട് ചിത്രങ്ങൾ പുറത്തു വന്നു. ആളുകൾ അവരുടെ തനത് രീതികളിൽ വികാരങ്ങൾ പ്രകടിപ്പിച്ചു. സുഹൃത്തുക്കളെ, ഇതേപോലുള്ള ആവേശം അപ്പോഴും നമുക്ക് കാണാൻ കഴിഞ്ഞു. വന്ദേ മാതരത്തിന് 150 വർഷം പൂർത്തിയായ ആ സന്ദർഭത്തിൽ വന്ദേ മാതരം 150 എന്നതിനൊപ്പം നിങ്ങളുടെ സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും അയച്ചു തരാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിച്ചിരുന്നു. ദേശവാസികൾ ഈ പ്രചാരണത്തിൽ വളരെ ആവേശത്തോടെയാണ് പങ്കെടുത്തത്. സുഹൃത്തുക്കളെ, 2025 കായിക രംഗത്തും ഒരു അവിസ്മരണീയമായ വർഷം തന്നെയായിരുന്നു. നമ്മുടെ പുരുഷ ക്രിക്കറ്റിൽ IC ചാമ്പ്യൻസ് ട്രോഫി നേടി. അതേപോലെ നമ്മുടെ വനിതാ ക്രിക്കറ്റ് ടീം ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പ് സ്വന്തമാക്കി. ഭാരതത്തിൻ്റെ പുത്രിമാർ വിമൻസ് ബ്ലൈൻഡ് വേൾഡ് ചിത്രം കുറിച്ചു. ഏഷ്യ കപ്പ് 2020യിലും നമ്മുടെ ത്രിവർണ്ണ പതാക അത് അഭിമാനത്തോടെ പാറിപ്പറന്നു. ലോക ചാമ്പ്യൻഷിപ്പിൽ പാരാ അത്ലറ്റിക്സ് നിരവധി മെഡലുകൾ നേടി. ഒരു പ്രതിബന്ധത്തിനും അവരുടെ ആത്മവിശ്വാസത്തെ തടയാൻ കഴിയില്ലെന്ന് അവർ തെളിയിച്ചു. ശാസ്ത്ര ബഹിരാകാശ രംഗത്തും ഭാരതം വളരെ വലിയ ഒരു കുതിച്ചാട്ടം നടത്തി. ശുഭാംശു ശുക്ല ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എത്തുന്ന ആദ്യത്തെ ഭാരതീയനായി അദ്ദേഹം മാറി. പരിസ്ഥിതി സംരക്ഷണവും വന്യജീവി സുരക്ഷയുമായി ബന്ധപ്പെട്ട നിരവധി നല്ല ശ്രമങ്ങളും 2025 അടയാളങ്ങളായി. ഭാരതത്തിൽ ചീറ്റകളുടെ എണ്ണം ഇപ്പോൾ 30-ൽ കൂടുതൽ ആയിട്ടുണ്ട്. 2025 വിശ്വാസവും സംസ്കാരവും ഭാരതത്തിൻ്റെ അനന്യമായ പൈതൃകവും ഒരുമിച്ച് കാണാനായി വർഷാരംഭത്തിൽ പ്രയാഗ്രാജിലെ മഹാകുംഭമേളയുടെ സംഘാടനം ലോകത്തെ മുഴുവൻ വളരെയേറെ അത്ഭുതപ്പെടുത്തി. വർഷാവസാനം അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ ധ്വജാരോഹണ ചടങ്ങ് ഓരോ ഭാരതീയനെയും വളരെയധികം അഭിമാനം കൊള്ളിച്ചിട്ടുണ്ട്. സ്വദേശിയെക്കുറിച്ചുള്ള ജനങ്ങളുടെ ആവേശവും വളരെ വലുതായിരുന്നു. ആളുകൾ അതേ സാധനങ്ങളാണ് വാങ്ങുന്നത്. ഏതിലാണോ ഒരു ഭാരതീയൻ്റെ വിയർപ്പുള്ളത്, ഏതിലാണോ ഭാരത മണ്ണിൻ്റെ ഗന്ധമുള്ളത്, അത് ഇന്ന് നമുക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ കഴിയും. 2025 ഭാരതത്തിന് കൂടുതൽ ആത്മവിശ്വാസം നൽകുകയുണ്ടായി എന്ന് ഈ കഴിഞ്ഞ വർഷം നമുക്ക് ദുരിതങ്ങൾ പലയിടങ്ങളിലും നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ രാജ്യം 2026-ൽ പുതിയ പ്രതീക്ഷകളോടും പുതിയ തീരുമാനങ്ങളോടും കൂടി മുന്നോട്ട് പോകാൻ പൂർണ്ണമായും തയ്യാറാണ്. എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, ഭാരതത്തെ വളരെ വലിയ പ്രതീക്ഷയോടെയാണ് ലോകം നോക്കിക്കാണുന്നത്. ഭാരതത്തിലുള്ള ഈ പ്രതീക്ഷയുടെ ഏറ്റവും വലിയ ഒരു കാരണം നമ്മുടെ യുവശക്തി തന്നെയാണ്. ശാസ്ത്രരംഗത്തെ നമ്മുടെ മഹത്തായ നേട്ടങ്ങൾ, അതുപോലെ പുതിയ പുതിയ ഇന്നോവേഷനുകൾ, ടെക്നോളജിയുടെ വ്യാപനം എന്നിവയെല്ലാം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് എന്നത് സത്യമാണ്. സുഹൃത്തുക്കളെ, ഭാരതത്തിലെ യുവാക്കൾക്ക് എപ്പോഴും പുതിയ എന്തെങ്കിലും ചെയ്യാനുള്ള ആവേശമുണ്ട്. അതുപോലെ അത്ര തന്നെ ബോധവാന്മാരുമാണ്. എൻ്റെ യുവസുഹൃത്തുക്കൾ പലപ്പോഴും എന്നോട് ചോദിക്കാറുള്ള ഒരു കാര്യമാണ് നേഷൻ ബിൽഡിങ്ങിൽ തങ്ങളുടെ വിലയേറിയ സംഭാവനകൾ എങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കാൻ കഴിയുന്നു, അവർക്ക് എങ്ങനെ തങ്ങളുടെ ഐഡിയകൾ ഷെയർ ചെയ്യാൻ കഴിയുമെന്ന് പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട്.
എൻ്റെ മുന്നിൽ അവർ അവരുടെ ഐഡിയകളുടെ പ്രസൻറ്റേഷൻ എങ്ങനെ നൽകാമെന്ന് നമ്മുടെ യുവസുഹൃത്തുക്കളുടെ ഈ ആകാംക്ഷയ്ക്കുള്ള പരിഹാരമാണ് വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ്. കഴിഞ്ഞ വർഷം ഇതിൻ്റെ ആദ്യ എഡിഷൻ നടന്നിരുന്നു. ഇനി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അതിൻ്റെ രണ്ടാമത്തെ എഡിഷൻ നടക്കാൻ പോകുകയാണ്. അടുത്ത മാസം 12-ാം തീയതി സ്വാമി വിവേകാനന്ദൻ്റെ ജന്മവാർഷിക ദിനം പ്രമാണിച്ച്. അന്നേ ദിവസം രാജ്യം ദേശീയ യുവജന ദിനം വളരെ വിപുലമായി ആചരിക്കും. യങ് ലീഡേഴ്സ് ഡയലോഗ് എന്ന് സംഘടിപ്പിക്കുന്നതായിരിക്കും. ഞാനും തീർച്ചയായും ഇതിൽ പങ്കെടുക്കും. ഇതിൽ നമ്മുടെ യുവാക്കൾ ഇന്നൊവേഷൻ, ഫിറ്റ്നസ്, സ്റ്റാർട്ടപ്പ്, അഗ്രികൾച്ചർ പോലുള്ള വളരെ സുപ്രധാനമായ വിഷയങ്ങളിൽ തങ്ങളുടെ ആശയങ്ങൾ അവർ പങ്കുവെക്കും. ഈ ഒരു പരിപാടിയെക്കുറിച്ച് എനിക്ക് വളരെ വലിയ ആകാംക്ഷയുണ്ട്. സുഹൃത്തുക്കളെ, എനിക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമുണ്ട്. ഈ ഒരു പരിപാടിയിൽ നമ്മുടെ യുവാക്കളുടെ പങ്കാളിത്തം കൂടുതലായി വർദ്ധിച്ചു വരുന്നു എന്നതാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടന്നു. ഇതിൽ ഏകദേശം 50 ലക്ഷത്തിലധികം വരുന്ന യുവാക്കളാണ് പങ്കെടുത്തത്. അതിൻ്റെ ഭാഗമായി ഒരു ഉപന്യാസ മത്സരവും നടന്നിരുന്നു. അതിൽ വിദ്യാർത്ഥികൾ വിവിധ വിഷയങ്ങളിൽ തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. ഈ മത്സരത്തിൽ തമിഴ്നാട് 1-ാം സ്ഥാനത്തും ഉത്തർപ്രദേശ് 2-ാം സ്ഥാനത്തും ആയിരുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് രാജ്യത്തിനകത്ത് യുവാക്കൾക്ക് അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ പുതിയ പുതിയ അവസരങ്ങൾ ലഭിക്കുന്ന ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ ഉണ്ട്. അവിടെ യുവാക്കൾക്ക് തങ്ങളുടെ യോഗ്യതയും താൽപ്പര്യവും അനുസരിച്ച് കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോമാണ് സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ. ആശയങ്ങൾ പ്രവർത്തനങ്ങളായി മാറുന്ന വേറൊരു മാധ്യമം കൂടിയാണിത്. പ്രിയ സുഹൃത്തുക്കളെ, സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ 2025 ഈ മാസം തന്നെ സമാപിച്ചു. ഈ ഒരു ഹാക്കത്തോണിനിടയിൽ 80-ലധികം സർക്കാർ വകുപ്പുകളുടെ 270-ലധികം പ്രശ്നങ്ങളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ പരിഹാരം കാണാൻ പ്രവർത്തിച്ചു. നമ്മുടെ വിദ്യാർത്ഥികൾ വളരെ മികച്ച സൊല്യൂഷനുകൾ നൽകുകയുണ്ടായി. അവ റിയൽ ലൈഫ് ചലഞ്ചസുമായി ബന്ധപ്പെട്ടവയായിരുന്നു. ഉദാഹരണത്തിന് ട്രാഫിക് പ്രശ്നം. ഇതിനെക്കുറിച്ച് നമ്മുടെ യുവാക്കൾ സ്മാർട്ട് ട്രാഫിക് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ, വളരെ രസകരമായ ചില കാഴ്ചപ്പാടുകൾ അവർ പങ്കുവച്ചു. ഫിനാൻഷ്യൽ ഫ്രോഡുകളും ഡിജിറ്റൽ അറസ്റ്റുകളും പോലെ ഇതുപോലുള്ള വെല്ലുവിളികളുടെ പരിഹാരത്തെക്കുറിച്ചും നമ്മുടെ യുവാക്കൾ തങ്ങളുടെ പുതിയ ആശയങ്ങൾ മുന്നോട്ട് വെച്ചു. ഗ്രാമങ്ങളിലെ ഡിജിറ്റൽ ബാങ്കിങ്ങിനായി സൈബർ സെക്യൂരിറ്റി ഫ്രെയിംവർക്കിനെ കുറിച്ച് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. കൂടാതെ പല യുവാക്കളും അഗ്രികൾച്ചർ സെക്ടറിലെ പ്രധാനപ്പെട്ട വെല്ലുവിളികൾക്ക് പരിഹാരം കാണാനും ഒരുപാട് ശ്രമിച്ചു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ 7-8 വർഷത്തിനുള്ളിൽ സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോണിൽ ഏകദേശം 13 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളും ഇതിൽ പങ്കെടുത്തു. കൂടാതെ 6000-ലധികം ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഭാഗമായിട്ടുണ്ട്. യുവാക്കൾ നൂറുകണക്കിന് പ്രശ്നങ്ങൾക്ക് അവർ വളരെ കൃത്യമായ സൊല്യൂഷനുകളും നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഹാക്കത്തോണുകൾ ഇടയ്ക്കിടെ നമ്മുടെ രാജ്യത്ത് സംഘടിപ്പിക്കാറുണ്ട്. എൻ്റെ യുവസുഹൃത്തുക്കളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, അവർ തീർച്ചയായും ഹാക്കത്തോണുകളുടെ ഭാഗമാകണം എന്നതാണ് എൻ്റെ അഭ്യർത്ഥന. സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ ജീവിതം ടെക് ഡ്രിവൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നൂറ്റാണ്ടുകൾ കൊണ്ട് സംഭവിച്ചിരുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ നമ്മളിപ്പോൾ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ സംഭവിക്കുന്നത് കാണുന്നു. പലപ്പോഴും ചില ആളുകൾ വളരെയധികം ആശങ്കപ്പെടുന്നുണ്ട്, റോബോട്ടുകൾ മനുഷ്യനെ തന്നെ ഭാവിയിൽ റീപ്ലേസ് ചെയ്യുമോ എന്ന്. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റിന് നമ്മുടെ വേരുകളിൽ ഉറച്ചു നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എനിക്ക് സന്തോഷം തോന്നുന്ന ഒരു കാര്യം, നമ്മുടെ അടുത്ത തലമുറ പുതിയ ചിന്തകളോടും പുതിയ രീതികളോടും കൂടി അവരുടെ സംസ്കാരത്തിൻ്റെ വേരുകളിൽ ഇപ്പോൾ കൂടുതൽ നന്നായി മുറുകെ പിടിക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ ഗവേർച്ചയായും കേട്ടിട്ടുണ്ടാകും, ഇന്നൊവേഷനുമാണ്. ഈ സ്ഥാപനത്തിൻ്റെ പ്രധാന അടയാളം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അവിടെയുള്ള ചില വിദ്യാർത്ഥികൾക്ക് തോന്നി, പഠനത്തിനും ഗവേഷണത്തിനും ഇടയിൽ സംഗീതത്തിനും തീർച്ചയായും ഒരു ഇടം വേണമെന്ന് അവർ കരുതി. അങ്ങനെ അവിടെ നിന്നാണ് ഒരു ചെറിയ മ്യൂസിക് ക്ലാസ് ആരംഭിച്ചത്. അതിന് വലിയ വേദിയോ വലിയ ബഡ്ജറ്റോ ഉണ്ടായിരുന്നില്ല. വളരെ പതുക്കെ പതുക്കെ ഈ സംരംഭം വളർന്നു വലുതായി വന്നു. ഇന്ന് നമ്മൾ ഇതിനെ ഗീതാഞ്ജലി ISC എന്ന പേരിൽ എല്ലാവരും അറിയപ്പെടുന്നു.
ഇത് ഇപ്പോൾ വെറും ഒരു ക്ലാസ് മാത്രമല്ല, ക്യാമ്പസിൻ്റെ ഒരു പ്രധാന സാംസ്കാരിക കേന്ദ്രമാണ്. ഇവിടെ ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതമുണ്ട്, അതുപോലെ നാടൻ പാരമ്പര്യങ്ങളുണ്ട്. മറ്റു ശാസ്ത്രീയ കലകളും വിദ്യാർത്ഥികൾ ഇവിടെ ഒരുമിച്ചിരുന്ന് പരിശീലിക്കുന്നു. പ്രൊഫസർമാർ ഒരുമിച്ചിരിക്കുന്നു, അവരുടെ കുടുംബങ്ങളും ഒത്തുചേരുന്നു. ഇന്ന് ഏകദേശം 200-ലധികം ആളുകൾ ഇതിൻ്റെ ഭാഗമാണ്. ഇതിലെ ഒരു പ്രത്യേകത, ഇവിടെ നിന്നും വിദേശത്തേക്ക് പോയവരും ഇതിൽ പങ്കുചേരുന്നു. ഓൺലൈനായി ചേർന്നുകൊണ്ട് ഈ ഗ്രൂപ്പിനെ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നതാണ്. സുഹൃത്തുക്കളെ, സ്വന്തം വേരുകളുമായി ബന്ധം നിലനിർത്താനുള്ള ശ്രമങ്ങൾ ഭാരതത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. ലോകത്തിൻ്റെ വിവിധ കോണുകളിലും അവിടെ താമസിക്കുന്ന ഓരോ ഭാരതീയരും അവരവരുടെ പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മളെ രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന മറ്റൊരു ഉദാഹരണമാണ് ദുബായ്. അവിടെ താമസിക്കുന്ന കന്നഡ കുടുംബങ്ങൾ സ്വയം ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചു. നമ്മുടെ കുട്ടികൾ ടെക് വഴി അവർ തീർച്ചയായും മുന്നോട്ട് പോകുന്നുണ്ട്, പക്ഷേ അവർ അവരുടെ സ്വന്തം ഭാഷയിൽ നിന്ന് അകന്നു പോകുന്നുണ്ടോ? ഇവിടെ നിന്നാണ് കന്നഡ പാഠശാലയുടെ തുടക്കം കുറിക്കുന്നത്. ഇവിടെ കുട്ടികളെ കന്നഡ ഭാഷ വായിക്കാനും എഴുതാനും സംസാരിക്കാനും പഠിപ്പിക്കുന്നു. ഇന്ന് ഇതിൽ 1000-ലധികം കുട്ടികൾ ഭാഗമായി തീർന്നിട്ടുണ്ട്. തീർച്ചയായും കന്നഡ നാടു നുಡಿ ನಮ್ಮ ಹೆಮ್ಮೆ. കന്നഡ് നാടും നാടും അവിടുത്തെ ഭാഷയും നമ്മുടെ അഭിമാനമാണ്. സുഹൃത്തുക്കളെ, ഒരു പഴയ ചൊല്ലുണ്ട്, വേണമെങ്കിൽ ചക്കവേരിലും കായ്ക്കും. ഈ പഴഞ്ചൊല്ല് വീണ്ടും ശരിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് മണിപ്പൂരിലെ ഒരു യുവാവ്. മൊയ്രാങ്തേം സൈഥി എന്ന വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് 40 വയസ്സിൽ താഴെ മാത്രമാണ് പ്രായമുള്ളത്. ശ്രീമാൻ മൊയ്രാങ്തേം മണിപ്പൂരിലെ ഏറ്റവും വിദൂരമായ ഒരു പ്രദേശത്താണ് താമസിച്ചിരുന്നത്. അവിടെ വൈദ്യുതി ഒരു വലിയ പ്രശ്നമായിരുന്നു. ഈ വെല്ലുവിളി നേരിടാൻ അദ്ദേഹം ഒരു ലോക്കൽ സൊല്യൂഷൻ ഊന്നൽ നൽകി. അദ്ദേഹത്തിന് ആ സൊല്യൂഷൻ ലഭിച്ചത് സോളാർ പവറിലായിരുന്നു. നമ്മുടെ മണിപ്പൂരിൽ പൊതുവെ സോളാർ എനർജി ഉത്പാദിപ്പിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് മൊയ്രാങ്തേം ജി സോളാർ പാനലുകൾ സ്ഥാപിക്കാനുള്ള ഒരു ക്യാമ്പയിൻ ആരംഭിക്കുകയുണ്ടായി. ഈ ക്യാമ്പയിൻ കാരണം ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രദേശത്തെ നൂറുകണക്കിന് വീടുകളിൽ സോളാർ പവർ എത്തിയിരിക്കുന്നു. ഇതിലെ ഒരു പ്രധാന പ്രത്യേകത, അദ്ദേഹം സോളാർ പവർ ഉപയോഗിച്ചത് ഹെൽത്ത് കെയറിനും അതുപോലെ ഉപജീവനമാർഗം മെച്ചപ്പെടുത്താനുമാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ പരിശ്രമ ഫലമായി മണിപ്പൂരിലെ പല ഹെൽത്ത് സെൻ്ററുകൾക്കും ഇപ്പോൾ സോളാർ പവർ ലഭിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തി കൊണ്ട് മണിപ്പൂരിലെ സ്ത്രീശക്തിക്കും വളരെയധികം പ്രയോജനം ലഭിച്ചിട്ടുണ്ട്. പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾക്കും കലാകാരന്മാർക്കും ഇതിലൂടെ സഹായം ലഭിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഇന്ന് സർക്കാർ PM സൂര്യഘർ സൗജന്യ വൈദ്യുതി പദ്ധതി പ്രകാരം ഓരോ ഗുണഭോക്താവിൻ്റെ കുടുംബത്തിനും സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിനായി ഏകദേശം 75,000 മുതൽ 80,000 രൂപ വരെ നൽകുന്നുണ്ട്. മോയ്രാങ്തേയുടെ ഈ ശ്രമങ്ങൾ വ്യക്തിപരമാണെങ്കിലും സോളാർ പവറുമായി ബന്ധപ്പെട്ട ഓരോ മുന്നേറ്റത്തിനും ഇത് ഒരു പുതിയ വേഗത നൽകുന്നുണ്ട്. മൻ കി ബാത്തിലൂടെ ഞാൻ അദ്ദേഹത്തിന് എൻ്റെ ആശംസകൾ നേരുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, വരൂ, ഇനി നമുക്ക് ജമ്മു കശ്മീരിലേക്ക് പോകാം. നിങ്ങളെ തീർച്ചയായും അഭിമാനപൂരിതരാക്കുന്ന ജമ്മു കശ്മീരിൻ്റെ അവിടുത്തെ സാംസ്കാരികവും ചരിത്രപരവുമായ പൈതൃകത്തിൻ്റെ ഒരു കഥ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജമ്മു കശ്മീരിലെ ബാരാമുള്ളയിൽ ജഹൻപോര എന്നൊരു ചെറിയ സ്ഥലമുണ്ട്. അവിടെ ആളുകൾ വർഷങ്ങളായി വലിയ ചില കുന്നുകൾ കാണുമായിരുന്നു. വളരെ സാധാരണമായ കുന്നുകൾ. അത് എന്താണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. പിന്നെ ഒരു ദിവസം ആർക്കിയോളജിസ്റ്റുകളുടെ ശ്രദ്ധ ഇതിൽ പതിഞ്ഞു. അവർ ഈ പ്രദേശം കൂടുതൽ ശ്രദ്ധയോടെ നിരീക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ ഈ കുന്നുകൾക്ക് എന്തോ ഒരു പ്രത്യേകത തോന്നി. അതിനുശേഷം ഈ കുന്നുകളെക്കുറിച്ച് ഒരു ശാസ്ത്രീയമായ പഠനം ആരംഭിച്ചു. ഡ്രോൺ ഉപയോഗിച്ച് മുകളിൽ നിന്ന് ചിത്രങ്ങൾ എടുക്കുകയും ചെയ്തു. ഭൂമിയുടെ മാപ്പിംഗ് നടത്തി. അതിനെ തുടർന്ന് അതിശയിപ്പിക്കുന്ന ചില കാര്യങ്ങൾ പുറത്തു വരാൻ തുടങ്ങി. ഈ കുന്നുകൾ സ്വാഭാവികമായി ഉണ്ടായതല്ലെന്ന് അതോടെ മനസ്സിലായി. ഇത് പൂർണ്ണമായും മനുഷ്യനിർമ്മിതമായിരുന്നു. ഏതോ വലിയ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളായിരുന്നു. ഇതേ സമയത്ത് രസകരമായ മറ്റൊരു കണ്ണി കൂടി ഇതിനോട് ചേർക്കപ്പെടുകയുണ്ടായി.
കശ്മീരിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഫ്രാൻസിലെ ഒരു മ്യൂസിയത്തിലെ ആർക്കൈവ്സിൽ നിന്ന് പഴകിയ മങ്ങിയ ഒരു ചിത്രം ലഭിച്ചു. ബാരാമുള്ളയുടെ ആ ചിത്രത്തിൽ 3 ബുദ്ധസ്തൂപങ്ങൾ കാണാമായിരുന്നു. ഇതൊരു വലിയ വഴിത്തിരിവായിരുന്നു. കശ്മീരിന്റെ മഹത്തായ ഒരു ഭൂതകാലം നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വന്നു. ഇത് ഏകദേശം 2000 വർഷം പഴക്കമുള്ള ചരിത്രമാണ്. കശ്മീരിലെ ജഹൻപോരയിലെ ബുദ്ധവിഹാര സമുച്ചയമാണിത്. കശ്മീരിന്റെ ഭൂതകാലം എന്തായിരുന്നുവെന്നും അതിൻ്റെ വ്യക്തിത്വം എത്ര സമ്പന്നമായിരുന്നുവെന്നും ഇത് നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, ഇനി ഞാൻ നിങ്ങളോട് ഭാരതത്തിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഹൃദയസ്പർശിയായ ഒരു ഉദ്യമത്തെക്കുറിച്ച് ഞാനിപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഫിജിയിൽ ഭാരതീയ ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും പ്രചാരണത്തിനായി പ്രശംസനീയമായ ഒരു സംരംഭം നടക്കുന്നുണ്ട്. അവിടുത്തെ പുതിയ തലമുറയെ തമിഴ് ഭാഷയുമായി ബന്ധിപ്പിക്കുന്നതിന് പല തലങ്ങളിൽ തുടർച്ചയായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം ഫിജിയിലെ രാഗി എന്ന സ്ഥലത്ത് അവിടുത്തെ ഒരു സ്കൂളിൽ ആദ്യമായി തമിഴ് ദിനം ആഘോഷിച്ചു. അന്ന് കുട്ടികൾക്ക് ഒരു മികച്ച വേദി ലഭിച്ചു. അവിടെ അവർ തങ്ങളുടെ ഭാഷയിലുള്ള അഭിമാനം തുറന്ന മനസ്സോടെ പ്രകടിപ്പിച്ചു. അവിടെ കുട്ടികൾ തമിഴിൽ മനോഹരമായ കവിതകൾ ചൊല്ലി, പ്രസംഗങ്ങൾ നടത്തി, അതോടൊപ്പം തങ്ങളുടെ സംസ്കാരത്തെ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ വേദിയിൽ അവതരിപ്പിച്ചു. സുഹൃത്തുക്കളെ, രാജ്യത്തിനകത്തും തമിഴ് ഭാഷയുടെ പ്രചാരണത്തിനായി തുടർച്ചയായി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എൻ്റെ പാർലമെൻറ്റ് മണ്ഡലമായ കാശിയിൽ 4ാമത് കാശി തമിഴ് സംഗമം നടന്നു. ഇനി ഞാൻ നിങ്ങളെ ഒരു ഓഡിയോ ക്ലിപ്പ് കേൾപ്പിക്കാൻ പോകുകയാണ്. നിങ്ങൾ കേൾക്കൂ. നിങ്ങൾക്കൊന്ന് ഊഹിക്കാൻ സാധിക്കുമോ തമിഴ് സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുട്ടികൾ യഥാർത്ഥത്തിൽ ഇവിടെ നിന്ന് ഉള്ളവരാണെന്ന്? வணக்கம். பாரத் அரசங்கத்தில் ஒரே பாரதம் உன்னத பாரதம் நடத்தப்பட்ட காசி தமிழ் சங்கமம் 4 தமிழ் கற்போம். நான் ரொம்ப கார்க்க உதாரணத்துக்கு ஏன் தமிழில் இன்ட்ரோடக்ஷன் காசியோடு பூமியில் நான் பாயல் பட்டேல் அரசு குயின்ஸ் ഇന്റർ കോളേജ് की മാനവി അനേവർക്കും എൻ വണക്കം. സുഹൃത്തുക്കളെ, ഇത് അറിയുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് അത്ഭുതം തോന്നും. തമിഴ് ഭാഷയിൽ ഇത്രയും അനായാസമായി തങ്ങളുടെ കാര്യങ്ങൾ പറയുന്ന ഈ കുട്ടികൾ കാശിയിൽ നിന്നും വാരണാസിയിൽ നിന്നുമുള്ളവരാണ്. ഇവരുടെ മാതൃഭാഷ ഹിന്ദിയാണ്. പക്ഷേ തമിഴ് ഭാഷയോടുള്ള അവരുടെ ഇഷ്ടം അവരെ തമിഴ് പഠിക്കാൻ വളരെയധികം പ്രേരിപ്പിച്ചു. ഈ വർഷം വാരണാസിയിൽ കാശി തമിഴ് സംഗമത്തിനിടയിൽ തമിഴ് പഠിക്കുന്നതിന് പ്രത്യേകമായ ഒരു ഊന്നൽ നൽകിയിരുന്നു. ലേൺ തമിഴ് കരാകലം. ഈ തീമിൻ്റെ ഭാഗമായി വാരണാസിയിലെ 50ലധികം സ്കൂളുകളിൽ അതിനായി പ്രത്യേക ക്യാമ്പയിനുകൾ തന്നെ നടത്തിയിരുന്നു. അതിൻ്റെ ഒരു ഫലമാണ് നമ്മൾ ഇപ്പോൾ ഈ ഓഡിയോ ക്ലിപ്പിൽ കേൾക്കുന്നത്. എന്റെ പേര് വൈഷ്ണവ്. ഞാൻ നിവേദിത ശിക്ഷാ സദൻ ബാലിക ഇന്റർ കോളേജ് വാരാണസി പഠിக்கிறேன். ഞാൻ കാശി തമിഴ് കർക്കലാം 4.0 തമിഴ് ഭാഷ പിക്കവും ഇല്ലുവം കരേൻ. ಇಂಥ ವಯಪುಕ್ಕ ಪ್ರಧಾನ നരേന്ദ്ര മോദി അവഗലേക്കു ഞാൻ നന്ദി സൊല്ലുகிறேன். എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, തമിഴ് ഭാഷ ലോകത്തിലെ ഏറ്റവും പുരാതനമായ ഭാഷയാണ്. കൂടാതെ തമിഴ് സാഹിത്യവും വളരെ സമ്പന്നമാണ്. ഞാൻ മൻ കി ബാത്തിൽ കാശി തമിഴ് സംഗമത്തിൽ പങ്കെടുക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിച്ചിരുന്നു. എനിക്ക് അതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്ന് രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലും കുട്ടികളുടെയും യുവാക്കളുടെയും ഇടയിൽ തമിഴ് ഭാഷയോട് ഒരു പുതിയ ആകർഷണം ഇപ്പോൾ കാണുന്നു. ഇതാണ് ഭാഷയുടെ ശക്തി. ഇതുതന്നെയാണ് ഭാരതത്തിൻ്റെ ഐക്യം. സുഹൃത്തുക്കളെ, അടുത്ത മാസം നമ്മൾ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കും. ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോഴെല്ലാം നമ്മുടെ മനസ്സ് സ്വാതന്ത്ര്യ സമര സേനാനികളോടും ഭരണഘടനാ ശില്പികളോടും ഉള്ള കൃതജ്ഞതയാൽ നമ്മുടെ ഹൃദയം നിറയും. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടുന്നതിനായി വളരെ നീണ്ട പോരാട്ടം നടത്തിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൽ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ആളുകൾ അവരുടേതായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ സ്വാതന്ത്ര്യ സമരത്തിലെ അനേകം നായകന്മാർക്കും നായികമാർക്കും ലഭിക്കേണ്ടിയിരുന്ന ആദരവ് വേണ്ട വിധം ലഭിച്ചില്ല. അത്തരത്തിലുള്ള ഒരു ധീരയായ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ഒഡീഷയിൽ നിന്നുള്ള പാർവതി ഗിരിജി. 2026 ജനുവരിയിൽ അവരുടെ ജന്മശതാബ്ദി ആഘോഷിക്കും.
അവർ തന്റെ വെറും 16-ാം വയസ്സിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ സജീവമായി പങ്കെടുത്തു. സുഹൃത്തുക്കളെ, സ്വാതന്ത്ര്യ സമരത്തിനു ശേഷം പാർവതി ഗിരി തന്റെ ജീവിതം സാമൂഹ്യ സേവനത്തിനും ഗോത്രവർഗക്കാരുടെ ക്ഷേമത്തിനുമായി സമർപ്പിച്ചു. അവർ അവിടെ നിരവധി അനാഥാലയങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി. അവരുടെ പ്രചോദനാത്മകമായ ജീവിതം വരും ഓരോ തലമുറയ്ക്കും ഒരു വഴികാട്ടിയായി തുടരുക തന്നെ ചെയ്യും. હું પાર્વતી ગિરિજીકુ શ્રદ્ધાંજલિ અર્પણ કરું છું. സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ മഹത്തായ പൈതൃകത്തെ നാം ഒരിക്കലും മറക്കരുത്. സ്വാതന്ത്ര്യം നേടിത്തന്ന നായകന്മാരുടെയും നായികമാരുടെയും മഹത്തായ കഥകൾ അടുത്ത തലമുറയിലേക്ക് എത്തിക്കണം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് 75 വർഷം തികഞ്ഞപ്പോൾ സർക്കാർ ഒരു പ്രത്യേക വെബ്സൈറ്റ് തയ്യാറാക്കിയിരുന്നു. അതിലൊരു വിഭാഗം അൺസങ് ഹീറോസിന് വേണ്ടി സമർപ്പിച്ചതായിരുന്നു. ഇന്നും നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് സന്ദർശിച്ച് രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിൽ വലിയ പങ്കുവഹിച്ച ആ മഹത് വ്യക്തികളെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കും. പ്രിയപ്പെട്ട ദേശവാസികളെ, മൻ കി ബാത്തിലൂടെ നമുക്ക് സമൂഹത്തിൻ്റെ നന്മയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള ഒരു വളരെ നല്ല അവസരം നമുക്ക് ലഭിക്കുന്നു. ഇന്ന് ഞാൻ അത്തരത്തിലുള്ള ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. ഇത് ഇപ്പോൾ നമ്മൾക്കെല്ലാവർക്കും വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു വിഷയമായി മാറിയിരിക്കുന്നു. ICMR, അതായത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, അടുത്തിടെയായി ഒരു പുതിയ റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ന്യൂമോണിയ, പിന്നെ UTI പോലുള്ള പല രോഗങ്ങൾക്കെതിരെയും ആൻറ്റിബയോട്ടിക് മരുന്നുകൾ ഫലപ്രദമല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നു നമ്മൾക്കെല്ലാവർക്കും. ഇത് തീർച്ചയായും വളരെ ആശങ്കാജനകമാണ്. റിപ്പോർട്ട് അനുസരിച്ച് ഇതിൻ്റെ ഒരു പ്രധാന കാരണം ആളുകൾ ഒന്നും ശരിക്ക് ആലോചിക്കാതെ തന്നെ ആൻറ്റിബയോട്ടിക് മരുന്നുകൾ കഴിക്കുന്നതാണ്. ആൻറ്റിബയോട്ടിക്കുകൾ ഒരിക്കലും തോന്നിയ പോലെ കഴിക്കാൻ പാടുള്ള മരുന്നുകളല്ല. അവയുടെ ഉപയോഗം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. ഒരു ഗുളിക കഴിച്ചാൽ എല്ലാ അസുഖവും മാറുമെന്ന് ഇന്ന് ആളുകൾ വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതുതന്നെയാണ് പലതരം രോഗങ്ങളും പിന്നെ അണുബാധകളും ഈ ആൻറ്റിബയോട്ടിക് മരുന്നുകളേക്കാൾ ശക്തമാകുന്നത്. ദയവായി സ്വന്തം ഇഷ്ടപ്രകാരം ഒരു കാരണവശാലും മരുന്നുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ആൻറ്റിബയോട്ടിക് മരുന്നുകളിൽ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മരുന്നുകൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശവും ആൻറ്റിബയോട്ടിക്കുകൾക്ക് ഡോക്ടർമാരുടെ നിർദ്ദേശവും ആവശ്യമാണെന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. ഈ ശീലം നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൽ വളരെ സഹായകമാകും. എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, നമ്മുടെ മഹത്തായ പരമ്പരാഗത കലകൾ സമൂഹത്തെ വളരെയധികം ശാക്തീകരിക്കുക മാത്രമല്ല, സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക പുരോഗതിക്കുള്ള ഒരു മാർഗം കൂടിയാണ്. ആന്ധ്രാപ്രദേശിലെ നരസാപുരം ഈ ജില്ലയിലെ ലേസ് ക്രാഫ്റ്റ് ഇപ്പോൾ രാജ്യമെമ്പാടും വളകത്തിൽ പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി തലമുറകളായി അവിടുത്തെ സ്ത്രീകളുടെ കൈകളിലാണ് ഈ ലേസ് ക്രാഫ്റ്റ് നിലനിൽക്കുന്നത്. രാജ്യത്തെ സ്ത്രീകൾ ഇത് വളരെ ക്ഷമയോടെയും അതീവ കൃത്യതയോടെയും സംരക്ഷിച്ച് ഇന്ന് ഈ പാരമ്പര്യം ഒരു പുതിയ രൂപത്തിൽ മുന്നോട്ട് പോകുന്നു. ആന്ധ്രാപ്രദേശ് സർക്കാരും നബാർഡും ചേർന്ന് കരകൗശല വിദഗ്ധർക്ക് പുതിയ ഡിസൈനുകളും നൈപുണ്യവും പഠിപ്പിച്ച് പുതിയ വിപണികളുമായി ബന്ധിപ്പിക്കുന്നു. മെച്ചപ്പെട്ട നൈപുണ്യ പരിശീലനം നൽകുകയും പുതിയ വിപണികളുമായി അവരെ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. നരസാപുരം ലേസിന് GI ടാഗും ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇന്ന് ഇതിലൂടെ 500-ലധികം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കപ്പെടുന്നു. കൂടാതെ 280-ലധികം ഗ്രാമങ്ങളിൽ ഏകദേശം 1 ലക്ഷം സ്ത്രീകൾക്ക് ഇതിലൂടെ തൊഴിൽ ലഭിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, മൻ കി ബാത്ത് ഇങ്ങനെയുള്ളവരെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു വേദി കൂടിയാണ്. അവരുടെ കഠിനാധ്വാനം ഒന്നുകൊണ്ട് മാത്രം അമൂല്യമായ പരമ്പരാഗത കലകളെ മുന്നോട്ട് കൊണ്ടുപോവുക മാത്രമല്ല, പ്രാദേശിക ജനങ്ങളെ വളരെയധികം ശാക്തീകരിക്കുകയും ചെയ്യുന്നുണ്ട്. മണിപ്പൂരിലെ ചുരാചന്ദ്പൂരിലുള്ള മാർഗരറ്റ് റാം താർസി
ജിയുടെ ശ്രമങ്ങൾ ഇത്തരത്തിലുള്ളതാണ്. അവർ മണിപ്പൂരിലെ പരമ്പരാഗത ഉൽപ്പന്നങ്ങളെയും അവിടുത്തെ കരകൗശല വസ്തുക്കളെയും മുളയും മരവും കൊണ്ട് നിർമ്മിച്ച വസ്തുക്കളെയും ഒരു വളരെ വലിയ കാഴ്ചപ്പാടോടെയാണ് കണ്ടത്. ഈ കാഴ്ചപ്പാട് കാരണം അവർ ഒരു കരകൗശല കലാകാരി എന്ന നിലയിൽ നിന്ന് ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു മാധ്യമമായി അവർ മാറി. ഇന്ന് മാർഗരറ്റ് ജിയുടെ ആ യൂണിറ്റിൽ അവിടെ 50-ലധികം കലാകാരന്മാർ ഒരുമിച്ച് ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ കഠിനാധ്വാനം കൊണ്ട് ഡൽഹി ഉൾപ്പെടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും തൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് ഒരു വിപണി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. സുഹൃത്തുക്കളെ, മണിപ്പൂരിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു ഉദാഹരണം സേനാപതി ജില്ലയിൽ നിന്നുള്ള ശ്രീമതി ചോഖോ ക്രിജേനായുടെ കുടുംബം മുഴുവനും പണ്ടുമുതൽ പരമ്പരാഗത കൃഷിയുമായി ബന്ധപ്പെട്ടവരായിരുന്നു. ക്രിജേന ഈ പാരമ്പര്യ അറിവിന് പുതിയൊരു മാനം നൽകി. അവർ പൂക്കളുടെ കൃഷി തൻ്റെ പാഷൻ ആക്കി മാറ്റുകയുണ്ടായി. ഇന്ന് അവർ ഈ പ്രവൃത്തിയിലൂടെ വിവിധ മാർക്കറ്റുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കൂടാതെ തൻ്റെ പ്രദേശത്തെ പ്രാദേശിക സമൂഹങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ഈ ഉദാഹരണം ഒന്നിൻ്റെ പ്രതീകമാണ്. അതായത് പരമ്പരാഗതമായ അറിവിനെ ആധുനികമായ കാഴ്ചപ്പാടോടെ മുന്നോട്ട് കൊണ്ടുപോയാൽ അത് തീർച്ചയായും സാമ്പത്തിക പുരോഗതിയുടെ ഒരു വലിയ മാധ്യമമായി മാറും. നിങ്ങളുടെ ചുറ്റുവട്ടത്തും ഇത്തരം സക്സസ് സ്റ്റോറികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും എന്നോട് പങ്കുവെക്കണം എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ കാര്യം എന്തെന്നാൽ വർഷം മുഴുവനും തന്നെ എല്ലാ സമയത്തും രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ആഘോഷങ്ങളുടെ അന്തരീക്ഷം ഉണ്ടാകുമെന്നതാണ്. വിവിധതരം ഉത്സവങ്ങളും ആഘോഷങ്ങളും ഉണ്ട്. അതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക ഉത്സവങ്ങളും സംഘടിപ്പിക്കാറുണ്ട്. അതായത് നിങ്ങൾ യാത്ര ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ എല്ലാ സമയത്തും രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു കോൺ അതിൻ്റേതായ തനത് ഉത്സവവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യാൻ എപ്പോഴും തയ്യാറായിരിക്കും. അത്തരത്തിലുള്ള ഒരുത്സവം ഈ ദിവസങ്ങളിൽ കച്ചിലെ റണ്ണിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വർഷത്തെ കച്ച് റൺ ഉത്സവ പരിപാടി നവംബർ മാസം 23-ന് ആരംഭിച്ച് ഫെബ്രുവരി 20 വരെയും തുടരുന്നതായിരിക്കും. ഇവിടെ കച്ചിൻ്റെ നാടൻ സംസ്കാരവും നാടൻ സംഗീതവും നൃത്തവും കരകൗശല വസ്തുക്കളുടെ വൈവിധ്യവും കാണാൻ സാധിക്കും. കച്ചിലെ വെളുത്ത റണ്ണിൻ്റെ മനോഹാരിത കാണുന്നത് തന്നെ ഒരു സുഖമുള്ള അനുഭവമാണ്. രാത്രി സമയത്ത് വെളുത്ത റണ്ണിന് മുകളിൽ മനോഹരമായ നിലാവ് പരക്കുമ്പോൾ അവിടുത്തെ കാഴ്ച തീർച്ചയായും മനസ്സിനെ മയക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ റൺ ഉത്സവത്തിലെ ടെൻറ്റ് സിറ്റി വളരെ പ്രശസ്തമാണ്. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഇതുവരെ തന്നെ 2 ലക്ഷത്തിലധികം ആളുകൾ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു. അവർ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വന്നെത്തിയിട്ടുണ്ട്. വിദേശത്തു നിന്നും ധാരാളം ആളുകൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോഴെല്ലാം ഇത്തരം ഉത്സവങ്ങളിൽ തീർച്ചയായും പങ്കെടുക്കാൻ ശ്രമിക്കണം. ഭാരതത്തിൻ്റെ ഈ വൈവിധ്യം ആസ്വദിക്കൂ സുഹൃത്തുക്കളെ. വരുന്ന 2025 ഈ വർഷത്തെ മൻ കി ബാത്തിൻ്റെ അവസാനത്തെ എപ്പിസോഡ് ആണിത്. ഇനി നമ്മൾ അടുത്ത വർഷം 2026 ഇതേ ആവേശത്തോടും സ്നേഹത്തോടും കൂടി നമ്മുടെ മനസ്സിലെ കാര്യങ്ങൾ പങ്കുവെക്കുന്നതിനായി മൻ കി ബാത്ത് പരിപാടിയിൽ നമ്മൾ വീണ്ടും തീർച്ചയായും ഒത്തുചേരും. ഒരുപാട് പുതിയ വിഷയങ്ങളും വളരെയധികം പ്രചോദനം നൽകുന്ന നമ്മുടെ നാട്ടുകാരുടെ എണ്ണമറ്റ കഥകളും മൻ കി ബാത്തിലൂടെ എല്ലാ മാസവും നമ്മളെ എല്ലാവരെയും ഒന്നിപ്പിക്കുന്നു. വികസിത ഭാരതത്തെക്കുറിച്ചുള്ള തങ്ങളുടെ വിഷൻ പങ്കുവച്ചുകൊണ്ട് എനിക്ക് നിരവധി സന്ദേശങ്ങൾ ലഭിക്കാറുണ്ട്. ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങളും ഈ ദിശയിലുള്ള അവരുടെ ശ്രമങ്ങളും കാണുമ്പോൾ എൻ്റെ വിശ്വാസം കൂടുതൽ ശക്തമായി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങളെല്ലാം എന്നിലേക്ക് എത്തുമ്പോൾ വികസിത ഭാരതം എന്ന സങ്കല്പം തീർച്ചയായും യാഥാർത്ഥ്യമാകും എന്ന എൻ്റെ വിശ്വാസം ദിവസം തോറും ശക്തമായിക്കൊണ്ടിരിക്കുന്നു. 2026 എന്ന വർഷം ഈ സങ്കല്പ പൂർത്തീകരണത്തിൻ്റെ യാത്രയിൽ ഒരു പ്രധാന നാഴികക്കല്ലായി മാറട്ടെ. നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ജീവിതം സന്തോഷം നിറഞ്ഞതാകട്ടെ. ഈ ആശംസയോടെ ഈ എപ്പിസോഡിൽ വിടവാങ്ങുന്നതിന്
മുൻപ് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നിങ്ങളും ആരോഗ്യത്തോടെ ഇരിക്കണം. ഈ തണുപ്പുകാല വ്യായാമം ചെയ്യാൻ വളരെ അനുയോജ്യമാണ്. തീർച്ചയായും വ്യായാമം ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും 2026 എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. വന്ദേ മാതരം.